ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വേജ് പട്യാല റെസിപ്പിയാണ്. അതായത് പനീർ സ്റ്റഫ്ഡ് പപ്പഡ് റോൾസ് കൊണ്ടുള്ള ഒരു കറിയാണ്. ഇത് റെസ്റ്റോറൻറ്റ് ടൈപ്പ് കറിയാണ്. ഇത് പലരുടെയും റിക്വസ്റ്റ് അനുസരിച്ചാണ് ഞാനിതിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയെന്ന് നമുക്കൊന്ന് കാണാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ആവശ്യത്തിന് പപ്പടം, 200 ഗ്രാം പനീർ, 1/2 കപ്പ് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ക്യൂബ് ചീസ്, ആവശ്യത്തിന് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ചൂടായ പാനിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടിയപ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ബീൻസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അധികം വെന്ത് പോകണ്ട, ഒന്ന് ക്രഞ്ചി ആയിട്ടിരിക്കണം. അധികം വെന്ത് ഉടഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. പനീർ തന്നെ വെച്ച് നമുക്ക് ചെയ്യാം, വെജിറ്റബിൾ മാത്രം വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. മഞ്ഞൾപ്പൊടി നമുക്കൊരല്പം ഇട്ട് കൊടുക്കാം, ലേശം കളറിന് മാത്രം മതി. മുളക് പൊടി ഇട്ടു, ജീരകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയില അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചീസ് ഒരു ശകലം, ഇത് ഓപ്ഷനല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പനീർ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് മല്ലിയില കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഈ സമയം നമുക്ക് നോക്കണം, ഉപ്പ് പാകത്തിനാണോ എന്ന്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം, തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് പപ്പടം ഫില്ല് ചെയ്യാം. അത് ഏത് പപ്പടമായാലും മതി, മസാല പപ്പടം കിട്ടും. വലിപ്പ ചെറുപ്പമൊന്നും നോക്കണ്ട, ഏതായാലും എടുത്താൽ മതി. ഇത് നമുക്ക് ആദ്യമേ ഇതുപോലൊരു കുറച്ച് വെള്ളത്തിലേക്കൊന്ന് മുക്കിയെടുക്കാം. വെള്ളത്തിൽ മുക്കിയതിന് ശേഷം അത് നമുക്ക് ഇതുപോലൊരു ടവലിൻ്റെ മുകളിലേക്ക് വെക്കണം. എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒപ്പിയെടുക്കാനാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഫില്ലിങ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ 2 സൈഡും ഉള്ളിലേക്ക് നമുക്ക് മസാല കടത്തിയിട്ട് ഇതുപോലെ അല്പം വെള്ളം നമുക്ക് വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഭാഗവും നമുക്ക് അതുപോലെ തന്നെ അല്പം വെള്ളം ചേർത്ത് ഇതുപോലെ തന്നെ ഒട്ടിച്ച് ഒന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡിയായി. അങ്ങനെ ഞാൻ ഇതെല്ലാം ഫില്ല് ചെയ്തെടുത്തു.
പപ്പടത്തിൻ്റെ അളവനുസരിച്ച് വ്യത്യാസം വരാം, വലുതും ചെറുതുമായിട്ടൊക്കെ. ഇതെനിക്ക് 14 എണ്ണം കിട്ടി. 14 പപ്പടത്തിൻ്റെ ഫില്ലിങ്ങാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെയുള്ള പപ്പടം എടുക്കാമല്ലോ, അതിനനുസരിച്ചുള്ള ഫില്ലിങ് കിട്ടുന്നതാണ്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വറുത്തെടുക്കാം. അടുത്ത വശം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇത് ഫ്രൈ ആവുന്നുണ്ട്. ഇതുപോലെ നമുക്ക് മറുവശവും തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ പപ്പട ഫില്ലിങ്സ് എല്ലാം നമ്മൾ വറുത്ത് കോരി നല്ലതായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. നമ്മുടെ കറി നമുക്ക് ശരിയാക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചെണ്ണ മതി. അതിലേക്ക് നമുക്ക് ഒരു 4 സവാള മീഡിയം സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് ഇത് വഴറ്റിയെടുക്കാം. എളുപ്പം വഴന്ന് കിട്ടും. സവാള വഴന്നുണ്ടെങ്കിൽ നല്ലപോലെ ട്രാൻസ്ലൂസൻ്റായി. ഇത് നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കാം. തണുപ്പിച്ചതിന് ശേഷം മിക്സിയിൽ നല്ലതുപോലെ അത് അരച്ചെടുക്കാം. ഉള്ളി വഴറ്റിയത് നല്ലതുപോലെ അരച്ചെടുത്തു. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് പാന് വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയോ ബട്ടറോ അല്ലെന്നുണ്ടെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനോടൊപ്പം അല്പം നെയ്യും കൂടെ ഞാൻ ഒഴിക്കുകയാണ്. ഇതിലേക്ക് 2 പട്ട, 2-3 ഏലക്ക, ഒരു വലിയ ഏലക്ക, 2-3 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഈ തേസ്പത്ത നമുക്ക് ഇട്ട് കൊടുക്കാം. ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് ഈ ഉള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ നമുക്കിതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ വെള്ളമയം മാറി ഇത് തവയിൽ നിന്നും നീങ്ങുന്നതിനനുസരിച്ച് ഈ വിധത്തിൽ വെള്ളമെല്ലാം വറ്റി നല്ലപോലെ ഇത് പാലിൽ നിന്നും ഇങ്ങനെ ഉരുണ്ട് വരുമ്പോൾ നമുക്ക് മസാലകളെല്ലാം ഇടാം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഇടാം. ജീരകത്തിൻ്റെ പൊടിയാണ്. ജീരകം വറക്കാതെ പൊടിച്ചതാണ്. 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. ഗരം മസാല 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ 4 സവാളയായിരുന്നു വഴറ്റി അരച്ചത്. അതിനു വേണ്ടി നമുക്ക് 4 തക്കാളിയാണ് എടുക്കേണ്ടത്. ഞാൻ 4 തക്കാളി എടുത്ത് നല്ലതുപോലെ മിക്സിയിൽ അരച്ചു. പ്യൂരി കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. 4 ടൊമാറ്റോയുടെ പ്യൂരിയാണിത്. ഞാനത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നല്ലതുപോലെ നമുക്കിത് വഴറ്റിയെടുക്കാം.
നല്ലതുപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം, വെള്ളം പറ്റുന്നത് വരെ. ഉള്ളിയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് അല്പം ഉപ്പ് കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പറ്റി വരുമ്പോൾ നമ്മൾ അരച്ച മിക്സി ഒന്ന് കഴുകി ആ വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോയും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് നല്ലതുപോലെ വേവാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തത്. അല്പം കൂടെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാണ് നമുക്ക് വേവിക്കേണ്ടത്. ഇത് തെറിക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം. 5 മിനിറ്റ് ആയപ്പോഴത്തേന് കറി നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പറങ്ങേണ്ടി, ഒരു 10-12 പറങ്ങേണ്ടി എടുക്കണം. അതുപോലെ തന്നെ മെലൻ സീഡ് എടുക്കാം. മെലൻ സീഡ് നിങ്ങൾക്കില്ലെന്നുണ്ടെങ്കിൽ അത്രയും കൂടെ പറങ്ങേണ്ടി എടുത്താൽ മതി. പറങ്ങേണ്ടി മാത്രം അരച്ചാലും മതി. ഇത് ചൂടുവെള്ളത്തിൽ നേരത്തെ ഇട്ട് കുതിർത്തതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അത് നമുക്ക് പറങ്ങേണ്ടി അരച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ആ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇത് തെറിക്കും, അത് സൂക്ഷിച്ച് വേണം നമ്മൾ ഇളക്കാനായിട്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം. നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് കട്ടിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ടിയായിട്ട് എടുക്കാം. മീഡിയം ടൈപ്പായിട്ട് നല്ല ലൂസായിട്ട് വേണമെങ്കിലും നമുക്ക് അങ്ങനെയുള്ള കൺസിസ്റ്റൻസി നല്ലതാണ്. ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം അല്ലെന്നുണ്ടെങ്കിൽ, ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കുന്ന പാൽപ്പാട ആയാലും മതി. നമുക്ക് ഒരു സ്പൂണ് ഫ്രഷ് ക്രീം നമുക്ക് ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണാണ്. ഇത് തെറിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കസൂരി മേത്തി ഞാനൊന്ന് ചൂടാക്കിയിട്ട് അത് പൊടിച്ചാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഞാൻ 1 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അല്പം ഗരം മസാല നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് നോക്കാം ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തു. സ്റ്റൗ നമുക്കിനി ഓഫ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഈ വലിയ ഏലക്കായ ഇട്ടിരുന്നു. അത് നമുക്കിനി മാറ്റാം. ഞാൻ ഒരെണ്ണം ഇട്ടിരുന്നുള്ളൂ. അതുപോലെ തന്നെ പട്ട അതും ഇതിനകത്തുണ്ട്. അതും വേണമെങ്കിൽ നമുക്കതിഞ്ഞ് മാറ്റാം. ഇഷ്ടമില്ലെങ്കിൽ മാറ്റിയാൽ മതി, ഇല്ലെങ്കിൽ അത് കിടന്നാലും കുഴപ്പമില്ല. പട്ട, ഇല ഇതെല്ലാം നമുക്ക് അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാം. ഇതങ്ങ് മാറ്റിക്കളയാം. നമുക്ക് മല്ലിയില ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. നമുക്ക് ഈ പപ്പടം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ചൂടോടെ നമുക്കിട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്കനുസരിച്ച് നമുക്ക് പപ്പടം എല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് സെർവിങ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പനീർ കൊണ്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. പനീറിൻ്റെ ഇതാണല്ലോ, അപ്പം നല്ലതായിട്ട് പനീർ നമുക്ക് ഇതിനൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പപ്പടം നമുക്ക്
ഇതുപോലൊന്ന് മുറിച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. പപ്പടം നമുക്ക് ഗാർണിഷ് ചെയ്യാം. അതിലേക്ക് മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചപ്പാത്തി, പൊറോട്ട, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, ഇതിനോടൊപ്പമൊക്കെ നമുക്ക് കഴിക്കാൻ കൊള്ളാവുന്ന നല്ല ഒരു കറിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.